ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു മുട്ടക്കറിയാണ്. അതിന് വേണ്ടിയിട്ട് ഒരു മീഡിയം സവാള അരിഞ്ഞു വയ്ക്കുക, അതുപോലെ തന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, പിന്നെ ഒരു പച്ചമുളക്. എന്നിട്ടൊരു പാത്രം വെച്ച് അത് ചൂടായി കഴിഞ്ഞാൽ അതിലോട്ട് വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം ഈ 3 ചേരുവകളും പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കുക. എന്നിട്ട് ഈ ബ്രൗൺ നിറമാവുന്ന സമയത്ത് ഒരു പകുതി തക്കാളിയും കൂടി അതിലോട്ട് ആഡ് ചെയ്തിട്ട് ആ തക്കാളി വേവുന്ന വരെ നന്നായിട്ട് വഴറ്റുക. ഇനി ലോ ഫ്ലെയിമിലോട്ട് വെച്ചിട്ട് നമ്മളിതിലോട്ട് പൊടികൾ ആഡ് ചെയ്യുക. കുറച്ച് ഗരം മസാല, കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് മല്ലിപ്പൊടി, കുറച്ച് എരിവിന് ആവശ്യമായ മുളകും പൊടിയും ചേർത്തിട്ട് ആ പൊടികളുടെ മണം മാറുന്ന വരെ, പച്ചമണം മാറുന്ന വരെ വഴറ്റുക. ഇനി ഇതിലോട്ട് നമ്മൾ ബോയിൽ ചെയ്ത് വെച്ചിട്ടുള്ള എഗ്ഗ് ആഡ് ചെയ്യുക. എഗ്ഗ് ആഡ് ചെയ്യുന്ന സമയത്ത് ഇതുപോലെ കത്തി വെച്ച് ഇങ്ങനെ വരഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിലോട്ടൊക്കെ മസാല നന്നായിട്ട് ഇറങ്ങും. ഇനി ഇതുപോലെ ആ എഗ്ഗ് ആഡ് ചെയ്തതിന് ശേഷം ആ മസാലയിൽ ഇട്ടിട്ട് ഒരു 2-3 മിനിറ്റ് ഒന്ന് വഴറ്റുക. ഇതിന് ശേഷം നമ്മളൊരു അരമുറി തേങ്ങയുടെ പാല് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു, അതും കൂടി ഇതിലോട്ട് ആഡ് ചെയ്യുക. പിന്നെ ആവശ്യത്തിന് കറിവേപ്പിലയും കൂടിയും ചേർത്തിട്ട് നന്നായിട്ട് തിളപ്പിക്കുക. നന്നായി തിളച്ച് കുറുകി വന്നു കഴിഞ്ഞാൽ നമ്മൾ മുട്ടക്കറി റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് അപ്പത്തിൻ്റെ കൂടെ, വെള്ളയപ്പത്തിൻ്റെ കൂടെ, അതുപോലെ തന്നെ നീർദോശയുടെ കൂടെ ഒക്കെ നല്ല ടേസ്റ്റ് ആയിരിക്കും. ലാസ്റ്റ് ഇച്ചിരി കറിവേപ്പിലയും കൂടി ആഡ് ചെയ്യുക. നമ്മൾ മുട്ടക്കറി റെഡിയായി. ഇപ്പോൾ നന്നായിട്ട് ഇനി ഇരിക്കും തോറും ഇത് കുറുകി വരും. നല്ല സൂപ്പർ ടേസ്റ്റാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം.